ഹായ് ഫ്രണ്ട്സ്, സുഖമല്ല എല്ലാവർക്കും? എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. കുറച്ച് കയ്യൂന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കാച്ചാൻ വേണ്ടിയാണ്ടതാ അരച്ചിട്ട് അതിൻ്റെ നീരെടുത്ത് വെച്ചിരിക്കുകയാണ്. നീരെടുത്ത് വെച്ചതിന് ശേഷം ഇതാ കണ്ടില്ലേ, നന്നായിട്ട് പിഴിഞ്ഞെടുത്ത്. പഴയ കാലത്തൊക്കെയാണ് തുണി വെച്ചാണ് നമ്മൾ പിഴിയുന്നത്. ചട്ടി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അത് ഇടുകയാണ്. ഇതിനകത്ത് കയ്യൂണിക്കകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന എന്തെങ്കിലും കൂടെ ചെമ്പരത്തിപ്പൂവും ഇതെല്ലാം പനിക്കൂട്ടിയും കുറച്ച് തിളച്ചിയിലയും കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. മോള് തലയിൽ തേക്കണമെന്ന് പറഞ്ഞപ്പോൾ 1/2 കിലോ പാക്കറ്റിനകത്ത് നമ്മൾ മൊത്തത്തിലെടുക്കാനുള്ള സാമ്പത്തികമില്ല. നമ്മൾ സാധാരണക്കാരാണ്. വെളിച്ചെണ്ണയുടെ വില എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം കുട്ടികൾക്ക് മായമില്ലാത്ത നാച്ചുറലായിട്ടുള്ള അമ്മമാർ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരിയൊന്നും ഇല്ലെങ്കിലും നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നാച്ചുറലായിട്ടുള്ള എന്തായാലും പ്രകൃതിദത്തമായി കൊടുക്കാൻ പഠിക്കുക. ഇതാ തെളിഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ തെളി വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഞാനത് കോരി നിങ്ങളെ കാണിക്കുകയാണ്. അതിൻ്റെ ഗുണവും മണവും നിറവും ഒക്കെ ഇതാ കണ്ടില്ലേ. നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അതിന് നല്ല മണമെന്ന് പറയാൻ പാടില്ല എന്നാണ് മുത്തശ്ശിമാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അതിൻ്റെ ഗുണം പോകും എന്നാണ് പറയുന്നത്. ഇതാ ഈ കുപ്പിയിലേക്ക് അത് പകർത്തി എങ്ങനെയാണ് പകർത്തുന്നറിയാവോ? ഇതൊക്കെ നമ്മൾ മുത്തശ്ശിമാരുടെ നിന്ന് വലിയമ്മമാരുടെ നിന്നൊക്കെ അടിച്ചു മാറ്റുന്ന ശീലങ്ങളാണ് കേട്ടോ, പഴയത്. പാമ്പും പഴയതാണ് നല്ലതെന്നാണ്. ഇതാ കുമ്പിളൊക്കെ കുത്തി ഒരു പ്ലാവല എടുത്തിട്ട് അതിനകത്ത് തെളി കോരി ഒഴിക്കുകയാണ്. ചിലർ തുണി വെച്ചാണ് അരിച്ചുകൊണ്ടിരിക്കുന്നത്, ചിലർ അരിപ്പിക്കകത്ത്. നമ്മളിങ്ങനെ ഇത് ഇച്ചിരി ഉള്ളതുകൊണ്ട് കുറച്ച് 1-2 ദിവസത്തിനാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ആണ് കോരി ഇടുന്നത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു.